ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്നത്തെ വീഡിയോൻ്റെ ഒരു പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു സ്റ്റോറി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതായത് രണ്ട് കക്ഷികൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വിഷയമാണ് നമ്മളെ കഥാ പശ്ചാത്തലം എന്ന് പറയുന്നത്. രണ്ടാളും നല്ല ഓട്ടക്കാരാണ്. നാട്ടിലൊക്കെ അല്ലെങ്കിൽ സ്കൂളുകളിലും മറ്റൊക്കെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് നന്നായിട്ട് തൻ്റെ ഓട്ടത്തിലുള്ള മികവിന് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ഇവർ രണ്ടുപേരെയും ഒരു മാരത്തോൺ റണ്ണിന്, ഒരു ലോങ് റണ്ണിന് എന്ത് ചെയ്യാണ്, ഒരു കോമ്പറ്റീഷൻ വെക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആൾ കരുതി ഞാൻ എന്തായാലും ഓടിയിട്ട് ശീലമുള്ള ആളാണ്, ഇതുവരെ ഞാൻ ഇത്രയും മത്സരങ്ങൾ ഞാൻ വിജയിച്ചുള്ള ആളാണ്, അപ്പോൾ സിമിലർ ആയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ മുന്നോട്ട് പോവുക, ഈ മാരത്തോൺ ഞാൻ വിജയിക്കും. എന്നാൽ മറ്റാൾ അങ്ങനെയല്ല. മറ്റാൾ കുറച്ചുകൂടി ക്യൂരിയസ് ആയി. ഓക്കെ, മാരത്തോൺ റൺ എന്താ, അയാൾ അതിനെപ്പറ്റി കൂടുതൽ നോക്കാൻ തുടങ്ങി. അപ്പം ഡിഫറെൻറ്റ് ടെറൈൻസ് വരുന്നുണ്ട്, ആ ടെറൈൻസിൽ പല ടാസ്കുകളുണ്ട്. അപ്പോൾ ഓരോ ടാസ്കിലും എഫേർട്ട് വ്യത്യസ്തമായിട്ടാണ് വേണ്ടി വരിക. അപ്പോൾ അതിനനുസരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തോന്നി, കൂടുതൽ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി, ഡിഫറെൻറ്റ് ടെക്നിക്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇങ്ങനെ രണ്ടാളും എന്ത് ചെയ്തു, രണ്ട് തരത്തിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്തത്. ഒബ്വിയസ്ലി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു രണ്ടാളുടെയും കാഴ്ചപ്പാടുള്ള ഒരു വ്യത്യാസം കൊണ്ട് ഇവർ ഈ മത്സരത്തിന് ഇറങ്ങുമ്പോൾ അതിനെ വിജയിച്ചെടുക്കാനുള്ള ചാൻസസ് കൂടുതൽ ഈ സ്ട്രാറ്റജിക്കലി പ്രാക്ടീസ് വൈസും ഒക്കെ അതിനുള്ളൊരു എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നേടിയെടുക്കാനുള്ള ചാൻസ് കൂടുതൽ ആരായിരിക്കും എന്നുള്ളതാണ്. ഉത്തരം നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് ഇന്നത്തെ നമ്മളുടെ പൊസിഷൻ, ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് വരുന്നത്. സോ എന്താണ് ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം? സോ ദാറ്റ്സ് ഇറ്റ്. സെയിം സ്റ്റാർട്ട്, ഡിഫറെൻറ്റ് പാത്ത്. ഏത് കുട്ടികളെയും പോലെ നിങ്ങളുടെ കുട്ടികളും 6ലും 7ലും 8ലും 9ലും ഒക്കെ 10ലും പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കും. ബട്ട് അവരുടെ പാത്തുകൾ ഡിഫറെൻ്റ് ആകുന്ന ഒരു പ്രക്രിയയാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കൈവരിക്കാൻ പോകുന്നത്. സോ എന്തായിരിക്കും ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാകുന്ന മാറ്റം? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഷയത്തിലേക്ക് മെല്ലെ കടന്നു നോക്കി നോക്കാം. സോ ഈ കമ്പാരിസന് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് സ്റ്റുഡൻസിനെ എടുത്തിട്ടുണ്ട്, സ്റ്റുഡൻറ്റ് എ ആൻഡ് സ്റ്റുഡൻറ്റ് ബി. അപ്പോൾ രണ്ട് കുട്ടികളും പ്രത്യേകത, രണ്ട് കുട്ടികളും അവരുടെ ഒരു ബ്രൈറ്റ്നെസ്, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഈക്വലി ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണ്. അതായത് അവരുടെ എക്സാമിനേഷനിലുള്ള പെർഫോമൻസ് ഒക്കെ സിമിലർ ആണ്. അതായത് 10ൽ അവർക്ക് ടോപ്പ് മാർക്സ് ഉണ്ട്, +2ൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടോപ്പ് മാർക്സ് ഉണ്ട്. അപ്പോൾ പേപ്പറിൽ അവർ എന്താണ്, ഐഡൻറ്റിക്കൽ സ്റ്റുഡൻസ് ആണ്. എന്നാൽ സ്റ്റുഡൻറ്റ് എയുടെ പ്രത്യേകതകളും സ്റ്റുഡൻറ്റ് ബിയുടെ പ്രത്യേകതകളും നോക്കുക. അതായത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും, അതായത് SSLC അല്ലെങ്കിൽ +2 ലെവലുകളിൽ നിന്ന് നമ്മൾ ആ കുട്ടികൾ അനലൈസ് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും നല്ല മാർക്കുണ്ട്. +2 സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനും നല്ല മാർക്കുണ്ട്. സ്കൂൾ ലെവലിൽ നല്ല കിടിലൻ അക്കാദമിക് റെക്കോർഡ്സ് ആണ്, ടേം എക്സാംസിലൊക്കെ ഒരു ടോപ്പാണ്. അതുപോലെ മോട്ടിവേറ്റഡ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ക്യാപ്പബിലിറ്റി ഉണ്ട്. രണ്ടുപേരും സെയിം മെട്രിക്സ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈൻ ഇവർ രണ്ടുപേരും എന്താണ്, സെയിം തന്നെയാണ്. സോ ഇനി എന്താണ് മെല്ലെ മാറ്റം കൊണ്ടുവരാൻ പോകുന്നത്? ചേഞ്ച് ഇതാണ്. സ്റ്റുഡൻറ്റ് എക്ക് എന്തില്ല, ഫൗണ്ടേഷൻ പ്രോഗ്രാം ഇല്ല. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ബി ആണെങ്കിലോ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻറ്റ് ആണെങ്കിൽ പിന്നീട് ഇവരുടെ പാത്ത് എങ്ങനെ ഡിഫറെൻ്റ് ആവും നോക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും ആണെങ്കിലോ ജനറലി ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ കാണുന്നത് രണ്ടുപേരും എന്താണ്, ഒരു 10th ഗ്രേഡ് സ്റ്റുഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 9th ഗ്രേഡ് സ്റ്റുഡൻ്റ് ആയിരിക്കും. ആ ഒരു ലെവലിലെ ആൾക്കാർ ഇവരെ മനസ്സിലാക്കുന്നുള്ളൂ, പുറമേക്ക് അത്തരത്തിലുള്ള എക്സ്പോഷറേ ഉള്ളൂ. എന്നാൽ ഇവരുടെ ഉള്ളിൽ നടക്കുന്നത് ഇങ്ങനെയാണോ, അവർ പോകുന്ന ജേർണി അങ്ങനെയാണോ ഉണ്ടാകുന്നത്? അല്ല, ബോത്ത് ആർ ഡിഫറെൻറ്റ്. എന്തായിരിക്കും? അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് രണ്ട് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, സ്റ്റുഡൻറ്റ് എ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് എയുടെ ലെവൽ ഓഫ് എഫേർട്ട് സ്റ്റുഡൻറ്റ് ബിയുടെ ലെവൽ ഓഫ് എഫേർട്ട്, അതായത് എത്രത്തോളം അവരെന്ത് ചെയ്യുന്നുണ്ട്, അക്കാദമിക്സിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ആയിരിക്കും നമ്മൾ ആദ്യം കമ്പയർ ചെയ്യുക. രണ്ടാമതായി നമ്മൾ കമ്പയർ ചെയ്യുക അതിൻ്റെ എഫക്റ്റുകളായിരിക്കും. അതായത് സ്റ്റുഡൻറ്റ് എയുടെ ഒരു എഫക്റ്റ് എന്തായിരിക്കും, സ്റ്റുഡൻറ്റ് ബിയുടെ ഒരു എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, നമ്മളൊരു കമ്പാരിസണിലേക്ക് മെല്ലെ കൊണ്ടുപോകാൻ പോവാണ്. സോ സ്റ്റുഡൻറ്റ് എയെ സംബന്ധിച്ചിടത്തോളം അവനിലുള്ള ലെവൽ ഓഫ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ സ്കൂൾ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള CBSE ആവട്ടെ സ്റ്റേറ്റ് ആവട്ടെ അതിന് വേണ്ടിയിട്ടുള്ള ആനുവൽ എക്സാംസ്, ടേം എക്സാംസ്, സ്കൂൾ സിലബസ് എന്താണോ അത് ബേസ് ചെയ്തിട്ടുള്ള കോംപ്രഹെൻസീവ് സ്റ്റഡി ആയിരിക്കും എന്ത് ചെയ്യുന്നത് അവൻ കൊണ്ടുപോകുന്നത്. മാത്രമല്ല ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാക്ടീസ് എലമെൻറ്റുകളും അതിനുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ എന്ത് ചെയ്യും, അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. മാത്രമല്ല അവൻ ആ കോമ്പീറ്റ് ചെയ്യുന്ന മെട്രിക്സ് എന്തായിരിക്കും, സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഇൻസൈഡിലുള്ള ഒരു മെട്രിക്കുലേറ്റ് ലെവലുകളിലുള്ള ഒരു മെട്രിക്സ് ബേസ് ചെയ്തിട്ടായിരിക്കും അവൻ്റെ ഒരു കോമ്പിറ്റൻസ് എന്ത് ചെയ്യുന്നത്, അവൻ ഡെവലപ്പ് ചെയ്തു വരുന്നത്. മാത്രമല്ല ഒളിമ്പിയാഡ്സ്, NSMC പോലത്തെ മാത്തമാറ്റിക് ഒളിമ്പിയാഡ്സ്, സയൻസ് ഒളിമ്പിയാഡ്സ്, NSMC പോലെ ഒരുപാട്
ചെറിയ ക്ലാസ്സിൽ തന്നെ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന നാഷണൽ ലെവൽ ഇൻ്റർനാഷണൽ ലെവലുള്ള എക്സാമിനേഷനുകളെ പറ്റി ഒരുപക്ഷെ അവൻ അറിയുന്നില്ല. ഇനി അറിയണമെങ്കിൽ തന്നെ അവനക്ക് അതിൽ പെർഫോം ചെയ്യാനോ അതിൽ അവനക്ക് എന്ത് ചെയ്യുക നല്ല രീതിയിൽ അവിടെ ഒരു കോമ്പിറ്റൻസ് കാഴ്ചവെക്കാനുള്ള റിസോഴ്സസോ ട്രെയിനിങ്ങോ ലഭിക്കില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഇനിയിപ്പോൾ അഥവാ ഒരു കുട്ടി ഭാഗ്യത്തിന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് അവിടെ പോയി അവനതിന് ജസ്റ്റ് അത് അറ്റൻഡ് ചെയ്ത് വരിക എന്നല്ല, അതൊരു കോമ്പിറ്റൻസ് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു റിസോഴ്സസും അവൻ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള എഫേർട്ട് ആയിരിക്കും ആർക്കുണ്ടാവുക, ഈ സ്റ്റുഡൻറ്റ് എക്ക് ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാത്തൊരു സ്റ്റുഡൻറ്റ് എക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇനി സ്റ്റുഡൻറ്റ് ബിക്കോ, സ്റ്റുഡൻറ്റ് ബിയെ സംബന്ധിച്ചോളം എന്താണ്, സ്കൂൾ സിലബസിലേക്ക് ബിയോണ്ടർ ആയിക്കൊണ്ടുള്ള അവരുടെ എക്സ്പോഷർ ആദ്യം തന്നെ വരികയാണ്. അതായത് കൺസെപ്റ്റുകളിലെ കോർ എന്താണ്, അതിൻ്റെ ഡെപ്ത് എന്താണ് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കുട്ടികൾ എന്ത് ചെയ്യും, നേരത്തെ ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നാഷണൽ ലെവൽ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്ത് വരുന്നത്. അവരുടെ ഫെമിലിയാരിറ്റി അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്കൂൾ ലെവലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവർ ഫെമിലറൈസ് ചെയ്യുന്ന ഒരു നാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിലേക്ക്, ഒരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡിലേക്കുള്ള എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് അവർ മെല്ലെ എന്ത് ചെയ്യാണ്, അഡാപ്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മാത്രമല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് MCQ ഫോർമാറ്റ്, ഇത്തരത്തിലുള്ള ഫോർമാറ്റുകളിലേക്കുള്ള ഏർലി എക്സ്പോഷർ നേരത്തെ തന്നെ ഈ വലിയ കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ ഒരു മോഡ്, അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ഇവരെന്ത് ചെയ്യുന്നു, നേരത്തെ തന്നെ അവർക്ക് ഫെമിലിയാരിറ്റി ലഭിക്കും എന്നുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ. മാത്രമല്ല അവർക്ക് ഏർലി ആയിട്ടുള്ള സ്ട്രെച്ചേർഡ് എക്സ്പോഷർ ടു ഒളിമ്പിയാഡ്സ്, ഇത്തരത്തിലുള്ള നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ കുട്ടികൾക്ക് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ലെവൽ ഓഫ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിലേക്കുള്ള ഏർലി എക്സ്പോഷറും അതിലേക്കുള്ള ട്രെയിനിങ്ങും കിട്ടുന്നു. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കുട്ടി ഇടുന്നതിനെക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ എഫേർട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് ബി ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിലേക്കുള്ള ഇത്രയും അഡ്വാൻറ്റേജുകൾ ഈ കുട്ടി നേടുന്നതിന് ആ കുട്ടിയുടെ ഒരു ദിവസത്തിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, മറ്റേ സ്റ്റുഡൻറ്റ് എനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് സ്റ്റുഡൻറ്റ് എ ഇടുന്ന എഫേർട്ടിൽ നിന്നും ഇത്രയും അഡ്വാൻറ്റേജുകൾ എന്ത് ചെയ്യണം ഈ കുട്ടിക്ക് സ്വായത്തമാക്കുന്നുണ്ട് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെ. എങ്കിൽ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഏകദേശം എത്ര സമയം എന്ത് ചെയ്യേണ്ടി വരും, സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എത്ര സമയം, 6 മണിക്കൂറും 7 മണിക്കൂറും കുട്ടി പഠിക്കേണ്ടി വരുമോ? ഇല്ല എന്നുള്ളതാണ്. ഒരു ദിവസം 1.5 hours ആ കുട്ടിക്ക് മാറ്റി വെക്കാൻ പറ്റിയാൽ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൻ്റെ ക്ലാസ്സസും അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കൺസെപ്റ്റുകളും ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു 1.5 മണിക്കൂർ മാക്സിമം കുട്ടി മാറ്റി വെക്കാൻ തയ്യാറായാൽ തന്നെ സ്റ്റുഡൻറ്റ് ബിക്കുള്ള ഈ അഡ്വാൻറ്റേജുകൾ എന്ത് ചെയ്യും, ആ കുട്ടിക്ക് കിട്ടും. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ കുറഞ്ഞ ഷോർട്ട് ടൈമിൽ എന്ത് ചെയ്യാണ് കുട്ടികളെ കൊണ്ട് ഡെയിലി ഷെഡ്യൂളിട്ട് കാണിപ്പിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ് അവരുടെ ഒരു കൺസെപ്റ്റൽ ക്ലാരിറ്റി, നേരത്തെ പറഞ്ഞ പോലത്തെ എക്സാംസിൻ്റെ സ്റ്റാൻഡേർഡ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ്, അതുപോലെ കുട്ടികളുടെ ഡൗട്ട് ക്ലിയറൻസ് എല്ലാം ഇത്തരത്തിൽ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഒരു രീതിയിലാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് സ്റ്റുഡൻറ്റ് ബിക്ക് ലഭിച്ച ഇത്രയും അഡ്വാൻറ്റേജുകൾ ദിവസവും 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം മറ്റൊരു കുട്ടിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയി ആ 1.5 hours ഈ കുട്ടി മാറി ചിന്തിച്ചു, അല്ലെങ്കിൽ മാറി ചിന്തിക്കാനുള്ള അവസരങ്ങൾ അവരുടെ പാരൻസ് അവർക്ക് കൊടുത്തു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഇത്രയും ചേഞ്ചസ് ഉണ്ടായത്. ഓക്കെ, അപ്പം ഇനി ഈ ചേഞ്ചസ് ഒക്കെ ബേസ് ചെയ്തിട്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്, ഫാസ്റ്റ് ഫോർവേഡ് മുന്നോട്ട് പോവുകയാണ്. ഇനി അവരൊരു +2 കഴിഞ്ഞു. +2 കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഏത് സ്ട്രീമിലേക്കാണെങ്കിലും അത് സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, സോഷ്യൽ സയൻസ് ആവട്ടെ, എഞ്ചിനീയറിംഗ്, മെഡിസിൻ, എനി സ്ട്രീം, ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഏത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളൊരു എൻട്രൻസ് കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യൽ അവിടെ അനിവാര്യമായിട്ട് വരികയാണ്. ഇവിടെയാണ് എഫക്റ്റുകൾ ആരംഭിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് എല്ലാം തന്നെ ബേസിക്കലി 10 വരെയുള്ള അടിസ്ഥാനമായിട്ട് 10 വരെയുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫൗണ്ടേഷൻ നോളജിൻ്റെ ബേസിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഏത് ഫീൽഡിലേക്കാണോ നിങ്ങൾ ആ ഒരു എക്സാമിനേഷൻ ഉള്ളത് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് അതിലേക്ക് വരിക. അപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസ് ഓറിയൻറ്റഡ് ആകും, കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ഓറിയൻറ്റഡ് ആകും, അത്തരത്തിൽ മാറുന്നതാണ്. എനിവേ 10 വരെയുള്ള ഫൗണ്ടേഷൻ നോളജ് എല്ലാത്തിനും അടിസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ എന്തില്ല, നമുക്ക് സംശയമില്ല. എന്താണ് ഇത്തരത്തിലുള്ള എക്സാമുകളുടെ പ്രത്യേകത? സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈം ലിമിറ്റ്സ് ഉണ്ട്. നമ്മൾ സാധാരണ രീതിയിലുള്ള എക്സാമുകൾ എഴുതി വന്ന ഒരു ശീലത്തിലേ ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ എക്സാം എഴുതേണ്ടത്. അതുപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, MCQ ഫോർമാറ്റ്സ് ആണ് ഇപ്പോൾ ഒട്ടുമിക്ക എക്സാംസ് ഉള്ളത്. അതുപോലെ നാഷണൽ സ്റ്റാൻഡേർഡ് ആണ്.
നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ലാസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലെ കുട്ടികളായിട്ടല്ല, നാഷണൽ ലെവലുള്ള കുട്ടികളായിട്ടാണ്. അപ്പോൾ അത്രയധികം നമുക്ക് എന്തുണ്ട്, കോമ്പറ്റീഷൻ വരുന്നുണ്ട്. മാത്രമല്ല കോളേജ്, ബ്രാഞ്ച്, കരിയർ പാത്ത് ഇതെല്ലാം ഡിസൈൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിലേക്കുള്ള ഒരു എൻട്രി കിട്ടാൻ പോകുന്നത് ഇതിലുള്ള നിങ്ങളുടെ സ്കോർ റാങ്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് ഒരു എഡ്ജ് ലെവൽ കോമ്പറ്റീഷൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, സെയിം എക്സാം, സെയിം ക്ലോക്ക്, സെയിം സിലബസ് ഡെപ്ത് റിക്വയർഡ് ഫോർ എവറി വൺ ടു അറ്റൻഡ് ദിസ് എക്സാം. ഏത് പാത്ത് നിങ്ങൾ വന്നു എന്നുള്ളത് അവിടെ എന്ത് ചെയ്യില്ല, കൺസിഡറബിൾ അല്ല, നിങ്ങൾ ഇത് ഫേസ് ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റുഡൻറ് എയും സ്റ്റുഡൻറ് ബിയും ഇനി ഇത് ഫേസ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന ഒരു ഡിഫറൻസ് എന്തായിരിക്കും ഒരു എഫക്റ്റ് വരാൻ പോകുന്നത്, അതിലേക്കാണ് ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ സ്റ്റുഡൻറ് എ ആണ് ഈ റേസിംഗിൽ ഇവിടെ എത്തിയത് എന്നുള്ളത് അവസ്ഥയിൽ അയാൾക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ? ഫൗണ്ടേഷണൽ കൺസെപ്റ്റുകളിലുള്ള ഡെപ്ത് അയാൾ ലാക്ക് ചെയ്യുന്നുണ്ട്. കാരണം അയാളത് അത് എന്ത് ചെയ്തില്ല, അക്യൂർ ചെയ്തിരുന്നില്ല. അയാളെ ഫോക്കസ് മുഴുവൻ മറ്റുള്ള സ്കൂൾ ലെവലിലുള്ള നമ്മൾ കാണുന്ന ടേംസും ആനുവൽ എക്സാമിനേഷൻസും ഒക്കെ ആയിരുന്നു. പിന്നെ മാത്രമല്ല കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള എക്സാംസിന്റെ ക്വസ്റ്റ്യൻ ആൻസറിങ് പാറ്റേൺ അത് അൺഫെമിലിയർ ആണ്. ആദ്യമായിട്ടാണ് അദ്ദേഹം അതിനോട് ഫെമിലിയർ ആവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് കുറയും. ഈ ഒരു എക്സാമിനേഷൻ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ലെവലിലേക്കുള്ള കോൺഫിഡൻസ് ആയാലും വളരെയധികം ലോ ആയിരിക്കും. മാത്രമല്ല ഈ ഫൗണ്ടേഷൻ നോളജ് റീബിൽഡ് ചെയ്യാൻ, വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യാൻ അവരെന്ത് ചെയ്യാണ്, ഒബ്വിയസ്ലി ഈ ഒരു പാത്ത് വേണമെന്ന് തീരുമാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ റിക്വയർഡ് ആവാണ്. മാത്രമല്ല അവരുടെ ഏറ്റവും വിലപ്പെട്ട അവരുടെ 1-2 വർഷങ്ങൾ അതിനു വേണ്ടി അവർ സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പം നമ്മളൊരു കാര്യം ആലോചിക്കുക, ഈ 1-2 വർഷങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിന് ബദലായിക്കൊണ്ട് സ്റ്റുഡൻറ് ബി അവിടെ ചെയ്തത് എന്തായിരുന്നു? അവരുടെ 6, 7, 8, 9, 10 മുതലുള്ള ക്ലാസ്സുകളിൽ ജസ്റ്റ് ഡെയിലി 1.5 hours മാറ്റി വെക്കാൻ അവരെ തയ്യാറാക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നൊരൊറ്റ കാര്യം മാത്രമാണ്. 2 വർഷം, +2 കഴിഞ്ഞുള്ള 2 വർഷം അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടികൾക്ക് സേവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഡൗട്ടിലാണ് ഇപ്പോൾ സ്റ്റുഡൻറ് എ ഉള്ളത്. സ്റ്റുഡൻറ് ബിയുടെ അവസ്ഥയൊക്കെ ഒന്ന് പോയേക്കാലോ. സ്റ്റുഡൻറ് ബി എന്താ, കൺസെപ്ച്വൽ ക്ലാരിറ്റി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം റെഡിയാണ്. കാരണം ഫൗണ്ടേഷനിൽ തന്നെ അതിൻ്റെ ഡെപ്തിലേക്കുള്ള ബിയോണ്ട് സിലബസ് കാര്യങ്ങൾ കുട്ടി ക്ലിയർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ക്വസ്റ്റ്യൻ ആൻസറിങ് പാറ്റേൺസ്, ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻ ആൻസറിങ് പാറ്റേണുമായിട്ട്, അത് MCQ ആവട്ടെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ആവട്ടെ, എനി ടൈപ്പ് ഓഫ് പാറ്റേൺസ് ആ കുട്ടി ഫെമിലിയർ ആയിരിക്കും. കാരണം ഇവിടുത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്രകാരമാണ് നമ്മൾ കൊടുക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ബേസ് ഈ കുട്ടിക്കുള്ളതുകൊണ്ട് കോൺഫിഡൻസ് ലെവലും ഒരു കോമ്പിറ്റൻസിന് അനുയോജ്യമായ രീതിയിലായിരിക്കും ആ കുട്ടിയിൽ എന്ത് ചെയ്യുക, നിലകൊള്ളുക. ഇനി ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു വർക്ക് വരുന്നത്? ഓൺലി നീഡ്സ് ടു റിഫൈൻ സ്കോർ റേഞ്ച് ആൻഡ് റാങ്ക്. ആ കുട്ടിക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും അതിനെന്ത് ചെയ്യുക, ഇത് എഡ്ജിലേക്ക് കൊണ്ടുവരിക. ഒരു റിഫൈനിങ് പർപ്പസിലേക്ക് ആ കുട്ടിയുടെ ഫോക്കസ് വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബേസിക്സിനെ, ഫൗണ്ടേഷനെ റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടാസ്ക് ആ കുട്ടി എടുത്ത ഒരു 1.5 hours എന്നുള്ള രീതിയിൽ വളരെ ചെറിയ എഫേർട്ടുകൾ ഡെയിലി ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടി എന്ത് ചെയ്യാണ്, ഇവിടെ കവറപ്പ് ചെയ്ത് വരികയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫെയർ അഡ്വാൻറ്റേജ് ഈ കുട്ടിക്കുള്ളത്. ഒറ്റ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ് എ ഇപ്പോഴാണ് ഇരുമ്പിനെ ഉരുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഒരു നല്ലൊരു സ്വാഡാക്കി മാറ്റാൻ, ഒരു വാള ഉണ്ടാക്കാനാണെങ്കിൽ ഇരുമ്പിനെ ഉരുക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണെങ്കിൽ സ്റ്റുഡൻറ് ബിയെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യാണ്, അവിടെ അവൻ്റെ സ്വാഡിനെ, അവൻ്റെ വാളിനെ ഷാർപ്പൻ ചെയ്യുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഒരു ഫൗണ്ടേഷൻ കൊണ്ട് ഒരു 2 കുട്ടികൾ ഒരേ ലെവലിലുള്ള കോമ്പറ്റീറ്റീവ് ബേസിസ് ഉള്ള കാപ്പബിലിറ്റി ഉള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള 2 കുട്ടികളിൽ ഒരു ഫൗണ്ടേഷണൽ നോളജ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞൊരു കമ്പാരിസൺ ഇവിടെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ് എയെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ സിലബസിലും ബോർഡ് പാറ്റേണിലും ആയിരിക്കും അവരുടെ ഫോക്കസ് ഉണ്ടാവുക. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നാഷണൽ സ്റ്റാൻഡേർഡ് ഡെപ്തിലേക്ക്, കൂടുതൽ കൺസെപ്ച്വൽ ക്ലാരിറ്റിയിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന സിലബസ് ആയിരിക്കും ഫൗണ്ടേഷൻ പ്രോഗ്രാം വന്ന കുട്ടിക്ക് ഉണ്ടാവുക. ഇവിടെ ആണെങ്കിലോ മിനിമൽ ആയിട്ടുള്ള റയർലി മീറ്റ്സ് ഒളിമ്പിയാഡ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഒളിമ്പിയാഡ് ലെവൽ അങ്ങനത്തെ എക്സ്പോഷർ കുറവായിരിക്കും, ഉണ്ടെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാവില്ല. ഇവിടെ ആണെങ്കിലോ ഏർലി ആയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് കുട്ടികളെ മൗൾഡ് ചെയ്തെടുക്കാനുള്ള ടൈം ഉണ്ട്. സ്റ്റാൻഡേർഡ് സ്കൂൾ അവേഴ്സ് മാത്രമാണ് ഈ കുട്ടി എന്ത് ചെയ്യുക, പഠിക്കുക, അല്ലെങ്കിൽ ബിയോണ്ട് അതെ വീട്ടിൽ വന്നിട്ടൊരു 3 to 4 hours റിക്വയർഡ് സ്റ്റഡി ഉണ്ടാവും. പക്ഷേ അതിന് കൂടെ ഒരു 1.5 hours മാത്രമാണ് ഈ കുട്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഉണ്ടാവുന്നത് ഈ ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡെപ്തുകളിലാക്കിയും ഫോർമാറ്റ് ഫെമിലിയർ ആയിരിക്കില്ല. അതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവലുകളിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഇവിടെ ആണെങ്കിലോ ഫൗണ്ടേഷൻ ഉണ്ട്, ഫെമിലിയർ ഫോർമാറ്റ് ആണ്, ഒബ്വിയസ്ലി കോൺഫിഡൻസ് ഉണ്ടായിരിക്കും.
1 or 2 വർഷം അല്ലെങ്കിൽ ആ കുട്ടിയുടെ കാപ്പബിലിറ്റി അനുസരിച്ചിട്ട് ടൈം എന്ത് ചെയ്യും, റിക്വയർ ചെയ്യും ഇത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇത് ഓൾറെഡി ബിൽഡഡ് ആയ അടിസ്ഥാനത്തിൽ ആ കുട്ടി തൻ്റെ കോമ്പറ്റീറ്റീവ് എഡ്ജ് ഏറ്റവും നല്ല റാങ്ക് ക്രാക്ക് ചെയ്യുക എന്നുള്ള ഒരു ലെവലിലേക്കായിരിക്കും ഈ കുട്ടി സ്റ്റുഡൻറ് ബി ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഇവിടെ വ്യക്തമായ ഒരു കാര്യം എന്താണ്, ഇവിടെ നമുക്ക് വ്യക്തമായ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ കുട്ടികളിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് അവരുടെ എബിലിറ്റി ഇല്ല. ദ ഗ്യാപ്പ് ഈസ് ഇൻ ദ എബിലിറ്റി അറ്റ് ഓൾ. അവിടെ എന്തായിരുന്നു, ഇറ്റ് ഈസ് വെൻ ദ വർക്ക് ഈസ് സ്റ്റാർട്ടഡ്. എപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു, എപ്പോൾ അവർ ബിഗിൻ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഒരു സ്റ്റുഡൻറ് ബിക്ക് ഉണ്ടായിരുന്ന എന്തൊക്കെ അഡ്വാൻറ്റേജുകളുണ്ടോ ആ അഡ്വാൻറ്റേജുകളൊക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ഏകദേശം ജൂൺ 30 കൂടിയിട്ട് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള എല്ലാ അഡ്മിഷൻസും നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. 10th ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ അഡ്മിഷൻസ് എല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 6, 7, 8, 9 ക്ലാസ്സുകളിലേക്കുള്ള പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻസ് ആണ് നമ്മൾ ജൂൺ 30 അത് ക്ലോസ് ചെയ്യും. അപ്പൊ അതിന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അഡ്മിഷൻസ് എടുക്കണം. XNYയുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് IIT, NIT പോലത്തെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും പഠിച്ചിറങ്ങിയിട്ടുള്ള പല നല്ല കമ്പനികളിലും ടെക് കമ്പനീസിലൊക്കെ ജോലി ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് മുതലായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടികളുടെ പഠന മികവിനെ അവർ ഇടുന്നുണ്ടോ, എഫേർട്ട് ഇടുന്നുണ്ടോ, അവർ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഒരു സ്വന്തം കഴിവിനെ തിരിച്ചറിയാനും കൂടിയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു മെന്ററിങ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ ജേർണിയിലെ കുട്ടി ഒറ്റയ്ക്കല്ല, XNYയുടെ ടീമിൻ്റെ ഒപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെന്റർ പോലും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ നേരത്തെ അറിയാൻ സാധ്യതയില്ലാത്ത ഒരുപാട് സ്കോളർഷിപ്പ് ഇവന്റുകൾ, കോമ്പറ്റീറ്റീവ് എക്സാംസ്, ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ന്യൂമാറ്റ്സ്, ഒളിമ്പിയാഡ്സ്, NMMS, CM കിഡ്സ് പോലത്തെ എക്സാമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കുട്ടികൾക്ക് പലപ്പോൾ അറിയണമെന്നില്ല, സ്കൂളുകളിലിപ്പോൾ അത് അറിയിച്ചു കൊടുക്കണമെന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ കുട്ടികളിൽ കഴിവുള്ളവരെ കണ്ടെത്തി അവർ അതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിനുള്ള ട്രെയിനിങ് കൊടുത്ത് കുട്ടിക്ക് വളരെ മുന്നേ തന്നെ ഒരു നല്ലൊരു ബ്രൈറ്റർ ഫ്യൂച്ചറിലേക്കുള്ള സ്റ്റുവർഡുകൾ വെക്കാൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾ കോമ്പറ്റ് ചെയ്യുന്നത് ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിലുള്ള അവരുടെ പീർ സ്റ്റുഡൻസുമായിട്ടാണ്. അതായത് ഒരു ഹൈ അച്ചീവിംഗ് ലെവലിലുള്ള ഒരു നെറ്റ്വർക്കിംഗ് കൂടി എന്ത് ചെയ്യാണ്, നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ കുട്ടികൾ എൻട്രി ചെയ്യുന്നതോടുകൂടി കുട്ടികൾക്ക് എന്ത് ചെയ്യാണ്, ആക്സസിബിൾ ആവുന്നുള്ളതും നമ്മുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് നമ്മുടെ കുട്ടികൾക്ക് ഇന്ററാക്റ്റീവ് ആവുന്ന രീതിയിലാണ് എന്ത് ചെയ്തത്, നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അവരുടെ അറ്റൻഷൻ സ്പാനിന്റെ ബേസിൽ വളരെ ചെറിയ 20 മിനിറ്റ്സും 15 മിനിറ്റും ഒക്കെ അടങ്ങുന്ന രീതിയിലുള്ള ക്ലാസ്സസേ ഉള്ളൂ. ആ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു എക്സാം ഉണ്ടാവും. അവർ ആ ക്ലാസ് നന്നായി മനസ്സിലാക്കി എന്നുള്ള അടിസ്ഥാനത്തിൽ ഇങ്ങനെ പ്രോപ്പറായിട്ട് എങ്ങനെയാണോ ലേണിംഗ് വർക്ക് ചെയ്യുന്നത് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റുഡൻറ് ബിക്ക് ഉണ്ടായിരുന്ന ഒരു ഫെയർ അഡ്വാൻറ്റേജ് നിങ്ങളുടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കോ മിസ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് നമ്പർ നൽകിയിട്ടുണ്ടാവും, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ജൂൺ 30 ശേഷം നമുക്ക് വരുന്ന അഡ്മിഷൻ എൻക്വയറീസ് ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, എടുക്കില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസിലേക്ക് നിങ്ങളെ കുട്ടികളെ എത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നത്, ടൈം റിക്വയർഡാണ്. അപ്പോൾ ആ ബിയോണ്ട് ടൈമിൽ നിങ്ങൾ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ആ കുട്ടികൾക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു ഔട്ട്കം തരാൻ നമുക്ക് പറ്റില്ല എന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജൂൺ 30 തന്നെ നമ്മൾ അഡ്മിഷൻ എന്ത് ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാപ്പബിലിറ്റീസ് അല്ല ചിലപ്പോൾ ഒരു കുട്ടിയെ എന്ത് ചെയ്യുന്നത്, ഒരു ബ്രൈറ്ററായ ഫ്യൂച്ചറിൽ നിന്നും മാറ്റി നിർത്തുന്നത് ഒരു പക്ഷേ അവർ ആ ജേർണി എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ടായിരിക്കും. അത് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ദാറ്റ്സ് ഓൾ.